എന്നോടു ചൊൽക. യൗവളവാദരവോടെ രൂപാരും വാനും നിറയുന്നോനേതി കാതതിലൂടൊളിവായേറി നിശ്ചയമായുദരേ വാണാൻ തിരുഹിതമായി തൻബലമെൻ താങ്ങി മുട്ടിന്മേൽ ഞാൻ നിലകൊണ്ടു ലോകപുരാതനനെ പേറ്റോൾ ഹല്ലേലൂയ. രക്ഷിച്ചാൻ ലോകം ചൊൽകേട്ടേ നിദേവ നിങ്ങളെ ഞങ്ങളറിയതിനെതിര വേറൊരുവൻ വന്നറിയിച്ചവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി ബാറക്കുമോ. ശ്ലീഹയുടെ ഉടയവന് സ്തുതിയും നമ്മുടെ മേലിൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തൃത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായവത്തിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ ദൈവം നിന്റെ സിംഹാസനമെന്നും എന്നേക്കുമുള്ളത്. നിന്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദോഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്നും കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്കടിസ്ഥാനമിട്ടു. ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുന്നില്ല എന്നും പറയുന്നു. ആഹായി ബാറക്കുമോ. നാദൻ ചന്ദനൻ തനയന്തി ഈ നാളിനെയുൽപാദിപ്പിച്ചേ. ഹല്ലേലൂയ. അറിക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയോടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അധിപനെ കേൾക്കണം. കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ലോകത്തിന് ജീവൻ രക്ഷ അറിയിക്കുന്ന അറിയിപ്പുകാരനായ പരിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിയോസായിൽ നിന്ന് വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവനും സ്തുതികളും നാമെല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശരീരം ധരിച്ച ജീവനുള്ള വചനവും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ
യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. അഗസ്തോസ് കൈസറിൽ നിന്ന് തന്റെ ആധിപത്യത്തിൽപ്പെട്ട ജനങ്ങളെല്ലാം പേർ വഴി ആർത്തപ്പെടണമെന്ന് ഒരു കൽപ്പനയുണ്ടായി. കൂറിയനോസ് സുറിയായിൽ നാട്ടുവാഴിയായിരിക്കുമ്പോൾ ഇത് ആദ്യത്തെ പേർ വഴിയാർത്തലായിരുന്നു. സ്വന്തം പട്ടണത്തിൽ വെച്ച് പേർ വഴിയാർത്തൽ എല്ലാവരും പോയിക്കൊണ്ടിരുന്നു. യോസേപ്പും ദാവീദിന്റെ ഗോത്രത്തിലും കുടുംബത്തിലും ഉൾപ്പെട്ടവനായിരുന്നുകൊണ്ട് യഹൂദിൽ ദാവീദിന്റെ ബേത്ലഹേം എന്ന് വിളിക്കപ്പെടുന്ന പട്ടണത്തിലേക്ക് ഗലീലയിലെ നസ്രേത്ത് പട്ടണത്തിൽ നിന്ന് തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന ഗർഭിണിയായ മറിയാമനോടെ പേർ വഴിയാർത്തപ്പെടുവാനായിട്ട് പോയി. അവർ അവിടെ പാർക്കുമ്പോൾ അവൾക്ക് പ്രസവകാലം വന്നു. അവർ പാത്രത്തിൽ സ്ഥലമില്ലാതിരുന്നതുകൊണ്ട് ശിശുവിനെ വസ്ത്രങ്ങൾ പുതപ്പിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തുകയും ചെയ്തു. അവർ പാർത്തിരുന്ന സ്ഥലത്ത് രാത്രിയാമങ്ങളിൽ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുക്കൽ ചെന്നു കർത്താവിന്റെ തേജസ് അവരുടെ മേൽ ശോഭിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. മാലാഖ അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, സർവ്വലോകത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശിഹാ കർത്താവിന്റെ രക്ഷിതാവ് നിങ്ങൾക്കായി ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്കടയാളം. വസ്ത്രങ്ങൾ പുതപ്പിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് മാലാഖയോടുകൂടി അനേക സ്വർഗ്ഗരായി അവർ ഇപ്രകാരം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, മനുഷ്യരിൽ സംപ്രീതി. ലാലോഹോബമറമേ അല്ലറവോ ശ്ലോമോ സബറോത്തോബോ ലബ്നൈനോശോ. സ്തുതി ദൈവത്തിനു വാനിൽ, ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. സ്തുതി ദൈവത്തിനു വാനിൽ, ഹരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. ലാലോഹോ അമറോമേ അല്ലറവോ ശ്ലോമോ സബറോ ലബ്നീനോ ഹതോ സ്തുതി ദൈവത്തിനു വാനിൽ, ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. ഉളവാക സ്തുതി ദൈവത്തിനു വാനിൽ, ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. വാക സ്തുതി ദൈവത്തിനു വാനിൽ, ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. സ്തുതി ദൈവത്തിനു വാനിൽ, ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. അത്യുന്നതങ്ങൾ സ്വർഗീയമാലാം ആസ്വദിക്കുന്ന പോലെ ബലഹീനൻ ഭാവിയിലോ ഞങ്ങൾ സ്തുതിച്ചു പറയുന്നു. ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനം നിരപ്പും മനുഷ്യ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തി വന്ദിക്കുകയും ചെയ്യുന്നു.
സൂര്യശബ്ദങ്ങൾ കരയേറ്റുന്നു. യേശുവിശാരത്തിന്റെ കർത്താവേ, വിശുദ്ധ റൂഹാടോട് നിന്റെ സുരോൽപന്ദമത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ ഭാഗത്ത് വഹിക്കുന്നതിന് കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിന്റെ ഭാഗത്തെ വഹിക്കുന്നതിനും വഹിച്ചതിനുമായുള്ളവേ, നിന്റെ ചെവിയായിക്കൊള്ളണമേ. തന്റെ പിതാവിന് വലത്തുഭാഗത്ത് മാത്രിരിക്കുന്നവരെ ദേതോ നീ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധനാവുന്നു വിശുദ്ധ റൂഹാടുകൂടെ യേശുമിശിഹാ നീ മാത്രം പിതാവായ എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോട് ദിവസങ്ങളൊക്കെയും നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിന്റെ പരിശുദ്ധനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നിന്റെ യോഗ്യമാകുന്നു സ്ഥലത്തിന്റെ ദൈവവും സത്യന്റെ പിതാവായ നിനക്ക് ഏകപുത്രനുള്ള പരിശ്രമം ഇപ്പോഴും എല്ലാ സമയത്തിലും എന്നേക്കും പോയി ചേർച്ചയാകുന്നു. ആമീൻ. മാലാഖമാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയ ശേഷം ആട്ടിടയന്മാർ നമുക്ക് വേദനയമരച്ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച പ്രകാരം ഉണ്ടാകുന്നു പറഞ്ഞു. ഗതിയിൽ ചെന്ന് മറിയാമിനെയും യൗസേപ്പിനെയും മുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടതിന് ശേഷം അവർ ആ ശിശുവിനെയും കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട സംഗതി പ്രസിദ്ധമാക്കി. കേട്ടവരെല്ലാവരും ആട്ടിടയന്മാർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയാം ഈ വാർത്തകളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളോട് പറയപ്പെട്ട പ്രകാരം സകലതും കാണുകയും കേൾക്കുകയും ചെയ്ത ആട്ടിടയന്മാർ അവ നിമിത്തം ദൈവത്തെ സ്തുതിച്ചും കേൾക്കുകയും സ്തുതിച്ചും പൂഴ്ത്തി കൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, നിന്റെ കരുണയുടെ വാൽ ഞങ്ങളുടെ മുകളിൽ അടയ്ക്കരുതേ. വീണ്ടും ആരംഭിക്കുകയാണ് പ്രദക്ഷിണം. വന്നതുപോലെ തന്നെ പള്ളിക്ക് ചുറ്റും വലത്തുവശത്ത് തെക്കേ വാതിൽ വഴി അകത്ത് കാണും. എല്ലാവരും പ്രദക്ഷിണം പഴയതുപോലെ തുടരണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. ബേദലഹേ വഴി പോകുമ്പോൾ ഞാനൊരു പെൺമണിയെ കണ്ടു, കന്യകയവളോ സന്യവതി, അവളൊരു പൈതലിനെ കന്യകയാണവൾ മാതാവ. ഈശകൃപാവര സമ്പൂർണ മാനസധീരത നൽകിക്കൊണ്ടു വത്സലനെ താലോലിക്കും ദാവീദാൽവജ മറിയാമിൻ സ്നേഹമനോഹരമാം നാദം നുകരാം തെല്ലിട കഴിയുമ്പോൾ സൂനുരഹസ്യ പരമ്പരയാ രൂപീകൃതയ കന്യകയെ കാൺമാനേശ ആഗതനാവുക സാമോദം കാൺക കിടക്കും അമ്പനുവേ ആ പെൺകൊടിയുടെ തിരുമടിയിൽ അവൻ പാനം ചെയ്യൂ അത്ഭുത
ദർശകരെ ശ്രീരാഘ്വാനം അവരാഗതനായി നിറവേറ്റി ദർശകരുടെ ദൃഷ്ടാന്തങ്ങൾ മാനവവത്സലനേ പുരുഷാന്തരമായി അണയും ദിവസ തവസ നിഭമാ ജനനം നാദാപുണ്യം അതിനാലി പെരുന്നാൾ അനിശം കാമ്യം നിന്നാൾ ഞങ്ങളിൽ നീ നോമ്പേൻ വാങ്ങി സന്ദർശി ചേടോ അൻപാൽ വീണ്ടോ ഈ ദിവസം മനോജൻ അപരിത്യാജ്യം ഈ ദിവസം വരവിൽ തവസന്നിഭമാ ദിശനീളോ ധനുവാ മാസം തന്നിൽ അതിരില്ല പകല ഉദയം ചെയ്തു സൃഷ്ടികൾ മാറിയിടും മഴതൻ നാളിൽ ആഹ്ലാദ പ്രദമാ പ്രഭയാഗതമാ ഇടയന്മാരല്ല ആരാണോർത്ത ആട്ടിൻ കുട്ടികളെ ആദ്യം കാൺമോ സാക്ഷാൽ കുഞ്ഞാടിൻ ജനിയിൽ പോതും ആട്ടിടയ വീരവോടെത്തി രാജാക്കൻ മാർത്ത കാലം പാഞ്ഞു പെരുന്നാളിൽ സ്മൃതിയോ പാടേ മാഞ്ഞു പോയി വരുമീ നരർദൻ നിരയിൽ നിന്നാളിൽ കോയ്മേ ഉപമാനം നീ പാപികൾ മേലിന്ന അൻപോണ്ടായി ഞങ്ങൾ തൻ ബഹുമാനം
കടവും നീങ്ങി ദിവസം ഞങ്ങൾ ലഘുവാക്കിയിടരുതേ പിഴമായിക്കാം. മൗനമെഴും ശിശുവേ മറിയാമേന്തി അവനിലഹോ ദീന ഭാഷ നിവഹ ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എല്ലാ ലോകങ്ങളിലും ദൈവമായ കർത്താവേ, കന്യാമറിയാമെന്നുള്ള നിന്റെ ജന്നത്തെ ബഹുമാനിക്കുവാനും നിന്റെ ജന്നത്തിന്റെ മാതൃകയെ ഞങ്ങളുടെ ആഘോഷിക്കുവാനും ജീവപ്രദമായ നിന്റെ സ്ലീവായെ പോഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിനക്ക് പ്രീതികരമായ സൽപ്രവൃത്തികളാൽ എപ്പോഴും ഞങ്ങളെ ആത്മീയമായി ജനിപ്പിക്കുമാറാകണമേ. ഞങ്ങളെ സകല ഉപദ്രവങ്ങളിൽ നിന്നും നിന്റെ ശ്രീവായുടെ പാർശ്വങ്ങൾ സംരക്ഷിച്ചു കൊള്ളണമേ. മോറൻ വാലോഹാലവൽ ബദലഹേമിലെ ഗുഹ തന്നിൽ ജാതം ചെയ്താൻ സകലേശൻ തന്മാനത്തിനാഗതരായി പ്രാചീനും പ്രാജ്ഞന്മാർ കർത്താവിനെ വിശ്വാസികളെ സ്തോത്രസമേതം വാഴ്ത്തിയിടുവീ. ബദലഹേമിൽ ദേവസുതജാതം ചെയ്തായി ദിവസം നിബിയന്മാർ മുൻ ചൊല്ലിയതാം വചനം നിഖില മുദ്രിതമായി തിരുജനനത്തെ മാലിച്ച ശ്രീബായെ കൂപ്പും ഞങ്ങൾ പ്രാർത്ഥനയോടതുനാ ഞങ്ങൾ ഘോഷമോടിങ്ങനെ പാടിയിടും. അനുഗ്രഹങ്ങളും കരുണയും അവിവാഹിതയും നിത്യകന്യകയായവളിൽ നേകനാചരിച്ച ഏകസനായുള്ളവേ, നിന്റെ പ്രകാശങ്ങളുടെ ഉൽപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, ഉന്നതങ്ങളുടെ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ സമാധാനം, മനുഷ്യരിൽ സമൃദ്ധി എന്ന് മാലാഖമാരുടെ ട്രസിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. മോറൻ സുന്ദരിയാങ്കന്നിൽ നിന്നു വാരിൽ താതിൻ തന്മടിയിൽ ന്യൂനതയിൽ നിവസിച്ചാൽ സ്തുതിയാൽ മേന്മേൽ നമ്മൾക്ക് അവനെ വാഴ്ത്തി പാടിയിടലഹേമിലെ ഗുഹ തന്നിൽ പാലകനുളവായ ദൈവം ഈ ദിവസത്തിൽ ദൂതന്മാർ അജപാലന്മാർക്കറിവേകി
ജാതികളെ പെരുന്നാൾ ഘോഷി ചാസിവായി കൂപ്പുന്നു. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ജനത്താൽ മേലുള്ളവർക്ക് സന്തോഷമാനന്ദം ഉണ്ടായി, ഭാവികർക്ക് നിരപ്പ് സമാധാനം പ്രത്യാശ നൽകപ്പെട്ടു. പിതാവിനും മാതാവിനുടെ സ്ത്രീകരണം നീക്കപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ കർത്താവ് നിത്യമായുള്ളവേ, ദിനപെരുന്നാളിൽ സന്തോഷിക്കുവാനും കോപത്തിൽ നിന്ന് സ്വതന്ത്രനായി തീരുവാൻ ഞങ്ങൾ കൃപ നൽകണമേ. മോറൻ വാലോഹ ലെവൽ ദൈവത്തിൻ മാതാവേ നീ നായകനാം കർത്താവിൽ നിൻ ഉൾത്തടമഭിമാനം കൊള്ളൂ. മാനസമാനം നീക്കുന്നു നിന്നിൽ നിന്നു ശരീരത്തെ പൂണ്ടവനാം വചനം ദൈവം തിരുജനത്തിരുബിംബിക നിൻ കന്യാത്വത്തെ രക്ഷിച്ചു. എന്നൊരു ശിശുജാതം ചെയ്തു വിസ്മയമെന്നതിനഭിധാനം സ്വയമേ ദൈവം ശിശുവേ പോൽ വെളിവായതു വിസ്മയമല്ലോ. അവരെയും രക്ഷാകരമാം കുരിശിനെയും കൂപ്പുന്നുലകം. പ്രാർത്ഥനയോടതുലാ ഞങ്ങൾ കോശമൊടിങ്ങനെ പാടിയിടും. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ നിന്നും തിരുവിഷ്ടത്തോടെ ജന്നത്തിനാവുകയും തന്റെ ജന്നത്താൽ കന്യായ മാതാവിന്റെ മുദ്രകൾക്കും കന്യാത്വത്തിന് വഴി നിർത്താതിരിക്കുകയും ചെയ്തവനും അനാദിത പിതാവിന്റെ പുത്രനും മകനുമായുള്ളവേ, സംശയാരഹിതമായ നീ ദൈവം തന്നെയാകുന്നു എന്ന് നിന്നെ കുറിച്ച് ഗ്രഹിക്കുവാൻ ഞങ്ങൾ കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, നിന്നിൽ നിന്ന് നിരപ്പും സമാധാനവും സകലവിധമായ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. മോറൻ വാലോഹ ലെവൽ ഈ ദിനമാത്മജനനത്തിൽ ഭൂവിൽ ശാന്തിയതും വാനിൽ സ്തുതിപരനും പരലോകർക്ക് ശരണവും ജനനി പ്രാർത്ഥനയും ദിവയാൽ വായിച്ചിടുക ഞങ്ങളിൽ നീ ഉൾക്കോപത്തിൻ പ്രഹരങ്ങൾ. ദിശയെങ്ങും നിൻ ശാന്തിയതും ശമവും നിവസിപ്പിക്കണം. പ്രാർത്ഥനയോടതുരാനങ്ങൾ കോശമൊടിങ്ങനെ പാടിയിടും.
സ്വർഗത്തിലെ മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് കർത്താവിൻ്റെ ജനത്തെ വീക്ഷിക്കുകയും സന്തോഷ നിറവിൽ സ്തുതിഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത സംഭവം നമുക്കറിയാമല്ലോ. കർത്താവിൻ്റെ ജനനം ഏതെങ്കിലും ഒരു മനുഷ്യനോ ഒരു സമൂഹത്തിനോ ഒരു ജാതിക്കോ വേണ്ടി മാത്രമല്ല എന്ന്, സർവ്വലോകത്തിനുമുള്ള സന്തോഷത്തിന് വേണ്ടിയാകുന്നു, രക്ഷയ്ക്ക് വേണ്ടിയാകുന്നു ഉറപ്പിക്കുന്ന മാലാഖമാരുടെ സ്തുതിഗീതം ഉറച്ചു ചൊല്ലുകയാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതിന് പകരമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ജാതം ചെയ്തവനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്നെല്ലാവരും കുറച്ച് പ്രാർത്ഥിക്കുകയും തിരുവായുർത്തി ആഘോഷിക്കുമ്പോൾ കുരിശു വരയ്ക്കുകയും പള്ളിമണി അടിക്കുകയും എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. ബശാം ചില്ലേ പരിശുദ്ധൻ ഔദഗർബേ മുബാരക്കില്ലേ പരിശുദ്ധൻ ഔദസറഫേ മകാദിശിൻ ലേ മൃദീനാമി പരിശുദ്ധൻ ഹത്തോയേ ബദുയബുസോ മേസ്കശ്വേരമരേ ഞങ്ങൾക്കായി ജാതം ചെയ്തോനേ കൃപ ചെയ്യണം. ഭീമയർ ഹാല ചൊൽവാനേ ഈശാനി പരിശുദ്ധൻ ആൽബിയസ്ലാ ഹിപ്പാനേ ശർദാമി പരിശുദ്ധൻ മൺമയരാഘ ഷിപ്പാനേ മൃദീനാമി പരിശുദ്ധൻ എൽദദയിത്തം ഹൈമൻദോ മേസ്കശ്വേരമരേ ഞങ്ങൾക്കായി ജാതം ചെയ്തോനേ കൃപ ചെയ്യണം. ഔദുയേലോയേ മറമാർമില്ലേ ഈശാനി പരിശുദ്ധൻ ഔദുമേസ് ഓയേ മകൽസില്ലേ ശർദാമി പരിശുദ്ധൻ ഔദുദഹത്തോയേ സഗദില്ലേ മൃദീനാമി പരിശുദ്ധൻ ഹത്തോയേ ബദുയോബുസോ
ഞങ്ങൾക്കായി ജാതം ചെയ്തോനേ കൃപ ചെയ്യണം. നാഥ കൃപജീ നാദകർമാർത്തരകളതി ആയിക്കോണ്ട കൃപയേ വീടണം. ദേവേശ സ്തോത്രം പിതാവേ സ്തോത്രം. പവിഴാം ദാസരിലലിയും മഷിനാരാജാവേ സ്തോത്രം പാറയ്ക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാടും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യശക്തിയും മാത്രം കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മറിയമേ, നമ്മുടെ അന്യമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളാരോട് കരുണയിൽ നിമിച്ച രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങൾ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യശക്തിയും മാത്രം കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള രാജ്യമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിൽ ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും